യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത ഓരോരുത്തരെയും ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും ഒരു വചനത്തിലൂടെ എല്ലാ ദിവസവും നമുക്കൊരു പ്രാർത്ഥനയും ഒരു ദൈവാനുഗ്രഹവും ലഭിക്കുന്നുണ്ട്. അത് നമ്മുടെ മനസ്സിനൊരു ശക്തിയാണ്, ഒരു പ്രചോദനമാണ്. എന്നെ ഇന്നലെ ഒരാൾ വിളിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് വചനം കേട്ടപ്പോൾ എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു ആനന്ദമാണ്, ഒരു ധൈര്യമാണ്. ഇന്ന് എവിടെയും പോകണ്ട, ഒന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ച എൻ്റെ മുറിയിൽ ഇരിക്കുമായിരുന്നു. ആ വചനത്തിലൂടെ ഞാൻ ഇന്ന് എൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ഇന്ന കാര്യത്തിന് ഞാൻ പോയിക്കൊണ്ടിരിക്കുവാണ്. ആ വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു എന്നോട് പറഞ്ഞു. ഓരോ വചനവും മനുഷ്യൻ്റെ ജീവിതത്തിൽ വിചാരിക്കാത്ത ചില ദൈവപ്രവർത്തികൾ ചെയ്യുന്നുണ്ട്, അത്ഭുതങ്ങളെ ദൈവം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഈ വചനം ഒരു സാക്ഷ്യമാണ്. ഇന്നത്തെ വചനം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുവാണ്. ഒരു കാര്യമാണ്, പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സ്വീകരിക്കുവാണ്. മാർച്ച് മാസം കഴിയുന്നവരെ, അതായത് കുഞ്ഞുങ്ങളുടെ പരീക്ഷ കഴിയുന്നവരെ അവർക്ക് വേണ്ടി ഈ ആലയത്തിൽ നിയോഗത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ആരുടെയൊക്കെ പേരുകൾ ഈ പുണ്യപ്പെട്ട സ്ഥലത്തുണ്ടോ അവർക്കെല്ലാം ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയും അനുഗ്രഹവും വചനവും കിട്ടിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ വചനം കേൾക്കാം. ഒത്തിരി പ്രതീക്ഷയോടെ ഇരിക്കാം. ഇന്ന് വചനം നമ്മളോട് സംസാരിക്കും. വചനം നമുക്ക് ഒരത്ഭുതത്തെ ചെയ്യും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളൊന്ന് വായിക്കുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 1-ാമത്തെ വാക്യം, വചനം ദൈവമായിരുന്നു. വചനം, നാം കേൾക്കുന്ന വചനം ദൈവമാണ്. അതിൽ ദൈവത്തിൻ്റെ ജീവനുണ്ട്. 2-ാമത്തെ വാക്യം, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. 4-ാമത്തെ വാക്യം, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ആ വാക്യത്തിലേക്കൊന്ന് കൊണ്ടുവരികയാണ്. ദൈവവചനത്തിനകത്തൊരു ജീവനുണ്ട്, ആ വചനത്തിനകത്തൊരു വെളിച്ചമുണ്ട്. ജീവനും വെളിച്ചവും, ജീവനും വെളിച്ചവും. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ദൈവവചനത്തിൻ്റെ ജീവനും വെളിച്ചവും ഉണ്ടാവും. ഈ വെളിച്ചത്തിനൊരു പ്രത്യേകതയുണ്ട്, ഇരുളിന് അതിനെ കീഴടക്കാൻ കഴിയത്തില്ല. ഇരുട്ട് വലിയ ആളാണ്, ഇരുട്ട് ശക്തനാണ്. പക്ഷെ ഈ വെളിച്ചത്തെ എഴുതിയിട്ടുണ്ട്, ആ വെളിച്ചത്തെ അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. അപ്പോൾ ആ വെളിച്ചത്തെ കീഴടക്കാൻ ഇരുള് കുറേ ശ്രമിച്ച് കാണും. അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്. അതിനെ കീഴടക്കാൻ ഇരുട്ടിന് കഴിഞ്ഞില്ലെന്ന്. ആ വെളിച്ചത്തെ നമ്മൾ ധ്യാനിക്കുവാണ്. ദൈവവചനത്തിനകത്തുള്ള ജീവൻ, ആ ദൈവത്തിലുള്ള വെളിച്ചം, ഇതെനിക്ക് വേണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ കേൾക്കുന്നത് ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി അനുഗ്രഹ എന്ന ആലയത്തിൽ നിന്നുള്ള ശുശ്രൂഷയാണ്. വർഷങ്ങൾക്ക് മുമ്പ് 6 പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചൊരു സ്ഥലമാണ്. 6 പേര്. അന്നേ ഇവിടെ കരണ്ട് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അഭിപ്രായം പറഞ്ഞ ആളുകൾ ഇങ്ങനെയാണ്: ഒച്ച വേണ്ട, ബഹളം വേണ്ട, ആവേശം വേണ്ട, പ്രാർത്ഥനയൊന്നും കുഴപ്പമില്ല, ഒച്ചപ്പാട് പാടില്ല, ബഹളം പാടില്ല. അഭിപ്രായം പറയാനും പലതരത്തിലെ നിർദ്ദേശങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞവരൊരുപാടുണ്ട്. 6 പേര് പ്രാർത്ഥിച്ച സ്ഥലത്തെ ആ പ്രാർത്ഥനയെ ദൈവം അനുഗ്രഹിച്ച്, ആ പ്രാർത്ഥനയിലൂടെ എത്രയോ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ദൈവപ്രവൃത്തികൾ സംഭവിച്ചുവെന്നറിയാമോ? ഇന്ന് 6 പേർ പ്രാർത്ഥിച്ച സ്ഥലത്ത് ഇന്ന് 4000-ത്തിലധികം ആളുകൾ ഒരുമിച്ച് എല്ലാ വെള്ളിയാഴ്ചയും ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവവചനം കേൾക്കുന്നുണ്ട്. അതൊരത്ഭുതമായാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, വിമർശിച്ചവർ പോലും
ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടിയിട്ടുണ്ട്. പലരും പല വിധത്തിൽ ജീവിതത്തിൻ്റെ നാളുകളിൽ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, പ്രാർത്ഥനയുടെ പേരിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്, വിധിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ ആ വെളിച്ചത്തെ തോൽപ്പിക്കാൻ ഇരുട്ടിന് കഴിഞ്ഞില്ല. ആ വെളിച്ചത്തെ തോൽപ്പിക്കാൻ, ഈ വെളിച്ചത്തെ, ദൈവവചനമാകുന്ന ആ വചനം ഉൾക്കൊള്ളുന്ന സ്ഥലത്തൊരു വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തെ തോൽപ്പിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു എന്നറിയാമോ? ആ വെളിച്ചത്തെ തോൽപ്പിക്കാൻ എന്തെല്ലാം പറഞ്ഞുണ്ടാക്കിയെന്നറിയാമോ? ആ വെളിച്ചത്തെ തോൽപ്പിക്കാൻ എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മളെ ഒറ്റപ്പെടുത്തിയെന്നറിയാമോ? പരിഹസിച്ചു എന്നറിയാമോ? ചീത്ത പറഞ്ഞവരുണ്ട്, വിധിച്ചവരുണ്ട്. പക്ഷെ ആ വെളിച്ചത്തെ തോൽപ്പിക്കാൻ എന്തോ ഇരുട്ടിന് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ദൈവവചനമാകുന്ന വെളിച്ചം അത് നിങ്ങളിലുണ്ടോ? അതൊരു സ്ഥലത്തുണ്ടോ? അതൊരു വ്യക്തിയിലുണ്ടോ? ആ വ്യക്തിയെ, ആ കുടുംബത്തെ, ആ സംവിധാനത്തെ, അവരുടെ ഭാവിയെ, ആ ശുശ്രൂഷയെ തോൽപ്പിക്കാൻ ഒരു ഇരുട്ടിനും പറ്റത്തില്ല. മന്ത്രവാദത്തിൻ്റെ ഇരുട്ട്, കൂടോത്രത്തിൻ്റെ ഇരുട്ട്, ക്ഷുദ്രപ്രയോഗത്തിൻ്റെ ഇരുട്ട്, പ്രാകുന്നതിൻ്റെ ഇരുട്ട്, വിമർശിക്കുന്നതിൻ്റെ ഇരുട്ട്, നമ്മളെക്കുറിച്ച് ഇല്ലാ വചനങ്ങൾ, മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് പിടിപ്പിക്കുന്ന ഒരു ഇരുട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അത് ഇരുട്ടാണല്ലോ. പക്ഷെ ഇതിനെന്തൊക്കെ വരും, പക്ഷെ ഇതിനെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം അത് ദൈവത്തിലും ദൈവവചനത്തിലുമുള്ള വെളിച്ചത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനെ തോൽപ്പിക്കാൻ ഇരുട്ടിന് കഴിയില്ല. ഇന്നേ ദിവസം ഈ ദൈവവചനം കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പ്രസംഗത്തിലൂടെ പറയുന്ന വാചക കസർത്തുകൾക്ക് മുമ്പിലല്ല ദൈവം അത്ഭുതം ചെയ്യുന്നത്. പ്രാസം വച്ച് പ്രസംഗിക്കുമ്പോഴല്ല ദൈവം അത്ഭുതം ചെയ്യുന്നത്. തലയ്ക്കകത്തുള്ള കുറേ അറിവ് പ്രഘോഷിക്കുമ്പോഴല്ല അത്ഭുതം നടക്കുന്നതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. പിന്നെയോ, എവിടെയാണോ ആത്മാവിൽ നിറഞ്ഞ് ആ വചനത്തെ സ്വീകരിച്ച് ആ വചനം പ്രസംഗിക്കുന്നത്, ആ വചനം പറഞ്ഞു കൊടുക്കുന്നത്, അവിടെയാണ് ദൈവപ്രവർത്തികൾ നടക്കുന്നത്. ആ വെളിച്ചമുള്ളിടത്താണ് ദൈവപ്രവർത്തികൾ നടക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 6 പേർ പ്രാർത്ഥിച്ച സ്ഥലം, അതാണ് ഈ അനുഗ്രഹം. ഒരു കാലത്ത് 6 പേര് പ്രാർത്ഥിച്ച സ്ഥലം, പലരും പരിഹസിച്ച സ്ഥലം, പുച്ഛിച്ച സ്ഥലം, കളിയാക്കിയ സ്ഥലം, ഒറ്റപ്പെടുത്തിയ സ്ഥലം, അതൊക്കെ കേട്ട ഈ സ്ഥലത്ത് ഇന്ന് മന്ത്രിമാർ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്, ഡോക്ടർമാർ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്, RTOമാർ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്, ജഡ്ജിമാർ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്, വലിയ വക്കീലന്മാർ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്, ഡോക്ടർമാർ, നഴ്സുമാർ, സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർ, സാധാരണക്കാർ, ബിസിനസ്സുകാർ, എല്ലാ കൂട്ടത്തിലും ആളുകൾ ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഞാൻ പലരും പറയുന്നത് കേട്ടു, പലരും ഈ ദേശത്തു നിന്ന് പലരും പറയുന്നത് കേട്ടു. എന്താ പ്രയാസം, എന്താ വിഷമം, എന്താ സങ്കടം? ഒന്ന് അനുഗ്രഹയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ പാടില്ലായിരുന്നോ? ഒരു ദിവസം അവിടെ പോയി ധ്യാനം കൂടാൻ പാടില്ലായിരുന്നുവെന്ന് ഞങ്ങൾ പറയാതെ മറ്റുള്ളവർ പരസ്പരം പറയുന്നത് ഞാൻ കേട്ടു. അതിൻ്റെ അർത്ഥം ഈ സ്ഥലത്തൊരു ദൈവ സാന്നിധ്യമുണ്ട്. ആ വെളിച്ചത്തെ തോൽപ്പിക്കാൻ ഇരുട്ടിന് കഴിയില്ല. ഇരുട്ടിന് ആഗ്രഹമുണ്ട് ആ വെളിച്ചത്തെ ഒന്ന് കെടുത്തിക്കളയണമെന്ന്, പക്ഷെ നടക്കില്ല. ദൈവവചനം കേൾക്കുന്ന പ്രിയരെ, ഇത് നിങ്ങളോടും പറയാൻ ആഗ്രഹമാണ്. ഇത് നിങ്ങൾ മാത്രമല്ല, അനേകർ അറിയണം. ദൈവവചനത്തിലൂടെ കിട്ടുന്നൊരു ജീവൻ, ദൈവവചനത്തിലൂടെ നിങ്ങൾക്കും എനിക്കും കിട്ടുന്ന ആ വെളിച്ചത്തെ തോൽപ്പിക്കാൻ ഒരു ഇരുട്ടിനും സാധ്യമല്ല, ഒരു പിശാചിനും പറ്റത്തില്ല, ഒരു അന്ധകാര ശക്തിക്കും പറ്റില്ല, ഒരു ശക്തിക്കും പറ്റത്തില്ല. കാരണം അത് ദൈവത്തിൽ നിന്ന് വന്ന ജീവനും വെളിച്ചവുമാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിലൂടെ ദൈവം, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഈ ദിവസം മുതൽ പ്രത്യേകിച്ച് SLC +1 +2 ഒക്കെ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. അല്ലാത്ത മറ്റ് സ്കൂളിൽ ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പേരുമുണ്ട്. പല പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന എല്ലാവരുടെയും ആരുടെയൊക്കെ പേരുകൾ ഞങ്ങൾക്ക് കിട്ടിയോ ഇന്ന് മുതൽ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ വെള്ളിയാഴ്ചയും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മാർച്ച് മാസം വരെ ഒരു നിമിഷം ഉണ്ടാകും. അവരുടെ പേരുകൾ നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ വെള്ളിയാഴ്ചകളിൽ വന്ന് ഒരു നിയോഗത്തോടെ എഴുതി വയ്ക്കാം. കൽക്കുരിശിൽ എണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കാം. ഇതെല്ലാം ഒരു അനുഗ്രഹത്തിന് വാതിലിനെയാണ് തുറക്കുന്നത്, ഒരു അടയാളങ്ങളുടെ വാതിലാണ് തുറക്കുന്നത്. അനുഗ്രഹമുള്ള റിസൾട്ട്, അനുഗ്രഹമുള്ളൊരു ഭാവി, അനുഗ്രഹമുള്ളൊരു തലമുറ, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ലോകത്ത് വേണം, നമ്മുടെ കുടുംബത്തിൽ വേണം. എങ്ങനെയും ജീവിച്ചാൽ പോരാ, അനുഗ്രഹത്തിൽ ജീവിക്കാൻ പഠിക്കുകയാണ്, അനുഗ്രഹം അനുഭവിച്ച് ജീവിക്കാൻ പഠിക്കുവാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് വെള്ളിയാഴ്ച ധാരാളം ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസിൻ്റെ ഏറ്റവും തൊട്ട് പുറകിലുള്ള വെള്ളിയാഴ്ചയാണ്. നമ്മളെ ദൈവം സമർത്ഥമായിട്ട് സഹായിക്കട്ടെ. നമുക്ക് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാം.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കേട്ട വചനത്തിലൂടെ ലഭിക്കുന്ന ജീവനും വെളിച്ചവും, അത് ദൈവവചനത്തിലൂടെ ലഭിക്കുന്ന ജീവൻ, ദൈവവചനത്തിലൂടെ ലഭിക്കുന്ന വെളിച്ചം, അത് ഞങ്ങളിൽ ഉണ്ടാകട്ടെ. അതിനെ തോൽപ്പിക്കാൻ ഒരിരുട്ടിനും സാധിക്കില്ലെന്ന് ഞങ്ങൾ ബോധ്യപ്പെടുന്നു. പല ഇരുട്ടുകൾക്കും ആ ആഗ്രഹമുണ്ട്, പ്രതീക്ഷയുണ്ട്, ഞങ്ങളെ തോൽപ്പിക്കണം, ആ വെളിച്ചത്തെ ഇല്ലാതാക്കണം. പക്ഷെ നടക്കത്തില്ല. കാരണം ദൈവത്തിലൂടെ ലഭിക്കുന്ന ജീവനെയോ വെളിച്ചത്തെയോ ഇല്ലാതാക്കാൻ ഒരു ശക്തിക്കും ഈ ലോകത്ത് കഴിയത്തില്ല, ഒരു മനുഷ്യനും കഴിയത്തില്ല. കാരണം ഞങ്ങളത് വിശ്വസിക്കുന്നു. ദൈവവചനത്തിലൂടെ ഞങ്ങളിൽ ജീവനും വെളിച്ചവും ഉണ്ടാകട്ടെ. ദൈവവചനത്തിലൂടെ ഞങ്ങളിൽ ജീവനും വെളിച്ചവും ഉണ്ടാകണമേ. വചനത്തിലൂടെ കിട്ടുന്ന വെളിച്ചം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മുപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ ഇടയാക്കണമേ. നല്ലൊരു ക്രിസ്മസ് ഞങ്ങൾക്ക് തരണമേ. സമാധാനമുള്ള, സന്തോഷമുള്ള, കൂട്ടായ്മയുള്ള, ഐക്യമുള്ള, സമാധാനമുള്ള ഒരു നല്ല ദിവസം ഞങ്ങൾക്ക് തരണമേ. നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ യേശു ജനിക്കുന്ന അനുഭവം ഉണ്ടാകണമേ. ഒരു പുതിയ അനുഗ്രഹം ഉണ്ടാകുന്ന അനുഭവം ഉണ്ടാകണമേ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ചേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. സാധ്യമായ എല്ലാവരും ഒരുമിച്ച് വരിക, പ്രാർത്ഥിക്കുക. നാളെയും 5:30 നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.